ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു. തുടക്കം മുതൽ തന്നെ PV അൻവർ MLA തുടർ ആരോപണങ്ങൾ. PV അൻവർ MLA തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ താങ്കളുടെ പ്രയോഗത്തിൽ നിന്ന് തുടങ്ങാം. ആദ്യ വിക്കറ്റ് തെറിച്ചു എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ പ്രധാന വിക്കറ്റിലേക്ക് എത്തിയോ? അങ്ങനെയാണോ കാര്യങ്ങൾ? ഇല്ല, വിക്കറ്റുകൾ ഇനിയും പലതും ഉണ്ടല്ലോ. പ്രധാന വിക്കറ്റിലേക്കൊന്നും എത്തിയിട്ടില്ല. അതങ്ങനെ പോകുന്നുണ്ട്, നോക്കാം നമുക്ക്. അപ്പോൾ ഈ ADGPയെ ലോ ആൻഡ് ഓർഡറിൽ നിന്ന് ഇപ്പോഴും മാറ്റിയിട്ടില്ല. ഇത്തരത്തിലൊരു വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇപ്പോഴും അതിന് മാറ്റാൻ തയ്യാറാകുന്നില്ല എന്നതുകൂടി ഉയർന്നു നിൽക്കുന്നില്ലേ? അല്ല, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ പഴയ സിറ്റുവേഷനിൽ നിന്ന് മാറി. കാരണം പ്രൈമറി എൻക്വയറി കഴിഞ്ഞിട്ട് ആ കാര്യങ്ങൾ ആലോചിക്കാമെന്നുള്ള നിലപാട് ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ ഞാനത് അംഗീകരിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടാണ് DGP പറയുന്ന കാര്യങ്ങളിൽ ചില കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന വിജിലൻസ് അന്വേഷണം നടത്താനുള്ള അനുമതി കൊടുത്തത്. ആ അനുമതി കിട്ടിക്കഴിഞ്ഞു. അത് തന്നെ ഒരു കാരണമാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ആ സ്റ്റേജ് കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. താൽക്കാലികം, എന്നത്തേക്കും എന്നല്ല പറയുന്നത്, താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തണം. ഇപ്പോൾ P ശശിക്കെതിരെ കത്ത് കൊടുക്കും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ DGPക്ക് കത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ P ശശിക്കെതിരെ തുടക്കം മുതൽ തന്നെ ഗുരുതര ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ചു. ഇൻ്റലിജൻസ് റിപ്പോർട്ട് പൂർത്തിയെന്ന ആരോപണം വരെ അപ്പോഴും പരാതി നൽകിയിട്ടുണ്ട് അതിലൊക്കെ. പക്ഷേ അതിൽ ഗൗരവമായി എടുക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും P ശശിക്കെതിരെ ഉള്ള ആരോപണങ്ങളിലൊക്കെ. അല്ല, P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാരാ? ഇറ്റ് ഈസ് എ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് ബൈ ദ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫ് ദ CPM അല്ലേ? ആ കമ്മിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സെക്രട്ടറി സ്ഥലത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം വരട്ടെ, അവരാലോചിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ബാക്കി പറയാം.